നമസ്കാരം. ഞാനിപ്പം ഷീബ ടീച്ചറോടൊപ്പമാണുള്ളത്. ഷീബ ടീച്ചർ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായ ടീച്ചറാണ്. അപ്പോൾ ടീച്ചറെ നമസ്കാരം. നമസ്കാരം സാർ. ഈ എങ്ങനെയാണ് ഈ ആശയത്തിലോട്ട് വന്നത്? നമുക്ക് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാമെന്ന്. സാർ, അത് കൊറോണ സമയത്ത് ഇതുപോലുള്ള യൂഷ്വൽ ക്ലാസ്സസ് ഇല്ലായിരുന്നല്ലോ, ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതാണ്. പക്ഷെ അതിന് തൊട്ട് മുമ്പ്, അതായത് കൊറോണ സമയത്ത് തന്നെ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, അന്ധരായ കുട്ടികൾക്കൊരു വോയിസ് ബാങ്കിലേക്ക് കഥകൾ വായിച്ച് അയച്ചു കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കേരളത്തിലെ കുറേ അധ്യാപകർ, അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, ബെന്നി സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ഈ കൊറോണ സമയത്ത് വീട്ടിലായിരിക്കുമ്പോൾ അധ്യാപകർ ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്ന് തോന്നുകയും അങ്ങനെ ഒരു സാഹിതി ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് ആ ചാനലിലൂടെ നമ്മൾ സാധാരണ വേറെ വലിയ ഇതൊന്നുമല്ല, അതിലൂടെ നമ്മൾ രാവിലെ ഇപ്പോൾ അരമണിക്കൂർ പാരൻറ്റിങ്, അങ്ങനെ ഓരോ സെഷൻസ് ഓരോരുത്തർ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ പാരൻറ്റിങ് ആണ് ചെയ്തത്. കുട്ടികളെ കൊറോണ സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് മിടുക്കരായി വളർത്താം, ആത്മവിശ്വാസം എങ്ങനെ നൽകാം, അപ്പം ഇത്തരം കാര്യങ്ങൾ ചെറിയ വീഡിയോസായി ചെയ്തു തുടങ്ങി. അതാണ് എൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ തുടക്കം. അല്ലാതെ അതിനുമ്പോൾ ഓഫ്ലൈനായിട്ട്, അതായത് നമ്മുടെ സ്റ്റേജ് കോമ്പിയറിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ആങ്കറിങ് ഒക്കെ ചെയ്തിരുന്നത് ആണ്. പക്ഷേ ഈ ഒരു ക്യാമറ എന്ന സാധനത്തെ അഭിമുഖീകരിക്കുന്ന എൻ്റെ തന്നെ ശ്രമങ്ങൾ ആദ്യമായിരുന്നു. അതിനു മുമ്പ് വിക്ടേഴ്സിൽ ന്യൂസ് വായിച്ചിട്ടുണ്ട്, ഏഷ്യാനെറ്റിലും ദൂരദർശനിലും ഒക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എഡ്യൂക്കേഷൻ മാധ്യമമായിട്ട് ഓൺലൈൻ മാധ്യമത്തെ ഉപയോഗിക്കുന്നത് ഈ കൊറോണ സമയത്താണ്. പ്രത്യേകിച്ചും അത് പാഠം ഞാനിപ്പോൾ എൻ്റെ മോനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മോൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പഠിപ്പിക്കുന്ന ഹോളി ഏഞ്ചൽസ് കോൺവെന്റിലാണ്. കോൺവെന്റിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് 2 തരം ക്ലാസ്സുകൾ കൊണ്ടുവന്നു. അതായത് ഓഫ്ലൈൻ ക്ലാസ്സിന് പകരം ഓൺലൈൻ ക്ലാസ്സും, അതോടൊപ്പം നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിന് കയറാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ, അതായത് ഫോൺ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ഇല്ലാത്ത കുട്ടികൾ, പേരൻസ് ജോലിക്ക് പോകുമ്പോൾ ഈ നമ്മുടെ ഓൺലൈൻ ക്ലാസ് നേരിട്ട് കാണാൻ കഴിയാത്ത കുട്ടികൾക്ക് അതത് ദിവസത്തെ പോർഷൻസ് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യണം എന്നൊരു നിയമം വന്നു. പക്ഷെ മലയാളം ഞാൻ ഇത്തിരി വൈഡായിട്ടാണ് പഠിപ്പിക്കുക, വിശദീകരിച്ച് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് മലയാളം പഠിപ്പിച്ചപ്പോൾ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഡ്രൈവ് കംപ്ലീറ്റ് ഫില്ലായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴാണ് ഈ ഒരു ലിങ്ക്, യൂട്യൂബ് ലിങ്ക് പേഴ്സണലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, പ്രൈവറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിനെന്നെ സഹായിച്ചത് അന്നത്തെ 10ാം ക്ലാസ്സുകാരൻ്റെ എൻ്റെ മകനാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ശരിക്കും സ്റ്റാൻഡൊന്നുമില്ല, നോർമലായിട്ട് അവൻ തന്നെയാണ് ക്യാമറ പിടിച്ചതും അങ്ങനെ. പക്ഷേ അത് 45 മിനിറ്റ്സിലേക്ക് നീണ്ടുപോയി എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിലെ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ ഒരു ഭാഗം, ഞാൻ ഉദ്ദേശിച്ച ഭാഗം വരെ ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു. പക്ഷെ അതിനിടയ്ക്ക് തന്നെ മൈക്കില്ലാത്തതുകൊണ്ട് ഒരുപാട് പക്ഷികളുടെ ശബ്ദവും റോഡിലെ വാഹനങ്ങളുടെ ശബ്ദം, പിന്നെ ഈ മൊബൈൽ 45 മിനിറ്റ് കയ്യിൽ പിടിച്ചിരുന്നതിൻ്റെ ഷിവറിങ്, ഇതൊക്കെ കുട്ടിയും അനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയും സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് നിർത്തിയത്. അത്രയും സമയം ഞാൻ എനർജറ്റിക് ആയിരുന്നു. ഈ വീഡിയോ ആണ് കുറേ കാലം കഴിഞ്ഞ് അതൊരു 60K ആയതിനു ശേഷമാണ് ഇതിൽ അത്യാവശ്യം ഞാൻ ഇങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ വീഡിയോ വളരെ മോശമായിട്ട് എനിക്ക് തന്നെ തോന്നി. കാരണം അത് ക്ലിയർ അല്ല എന്നുള്ളതാണ്. എന്നിട്ടും അതിന് ഇത്രയും വ്യൂസ് ഉണ്ടായി. അപ്പോൾ എന്തായാലും പിന്നീട് ആ ഒരു ലക്ഷ്മണ സാന്ത്വനം ഇപ്പോഴും നോക്കിയാൽ കാണാം, അതിനെ മാറ്റിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ആ ഒരു പോർഷൻ മാത്രം വീണ്ടും ഇടുകയാണ് ചെയ്തത്. പിന്നെ ആദ്യമൊന്നും ഈ വീഡിയോ ഇടുന്ന സമയത്ത് വ്യൂസൊക്കെ വളരെ കുറവാണ് സാർ. 6, 7, 40, 45 വ്യൂസൊക്കെ ഉള്ളൂ. 2020 ഞാൻ ശരിക്കും ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാനലിൻ്റെ പേര് പച്ചമരത്തണൽ എന്നായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരായിരുന്നു. അതായത് നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന, നമ്മൾ തണലാകുന്ന വ്യക്തികളെ കുറിച്ച് എഴുതണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനൊരു പുസ്തകം എഴുതണമെന്ന് ആഗ്രഹിച്ച് ഇട്ടിരുന്ന ടൈറ്റിലാണ് ഞാൻ പച്ചമരത്തണൽ എന്ന ടൈറ്റിൽ എൻ്റെ ചാനലിൽ കൊടുക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പച്ചമരത്തണൽ ലേൺ വിത്ത് ഷീബ ടീച്ചർ, അതായത് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ഒരു സിൽവർ പ്ലേ ബട്ടൺ എനിക്ക് ലഭിക്കും എന്നായപ്പോൾ അവർ ചോദിക്കാറുണ്ടല്ലോ ചാനൽ നെയിം, അതിനകത്ത് നമ്മുടെ പ്ലേ ബട്ടണിൽ വരാറുണ്ട്. അപ്പോൾ ചാനൽ നെയിമിന് വേണ്ടി ആണ് പച്ചമരത്തണൽ ലേൺ വിത്ത് ഷീബ ടീച്ചർ എന്ന് ആക്കിയത്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ പറഞ്ഞല്ലോ വ്യൂസ് കുറവായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസ് ഇടുന്ന സമയമാണ്. എന്നാൽ ഞാൻ ചെയ്തത്, ഞാൻ എങ്ങനെയാണോ എൻ്റെ ക്ലാസ്സിൽ കുട്ടികളോട് പഠിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ മൊബൈലിൻ്റെ മുന്നിലും എൻ്റെ ക്ലാസ്സുകൾക്കായിട്ട് നിന്നത്.
അത് എഡ്യൂക്കേഷൻ ആയിരുന്നു നമ്മുടെ മെയിൻ ഒരു അതെ അതെ പ്ലാറ്റ്ഫോം. അതെ, കാരണം അന്നത്തെ കാലം ഞാൻ പറഞ്ഞില്ല, ഈ ബ്ലൈൻഡ് കുട്ടികൾക്ക് കഥ വായിച്ചു കൊടുക്കുമ്പോൾ അതിലൊരു കുട്ടി എവിടെന്നോ നമ്പർ എടുത്ത്, അത് കോഴിക്കോടാണോ ആലപ്പുഴയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 6 വർഷം മുമ്പാണ്. ആ മോൻ ചോദിച്ചത്, ടീച്ചർ കഥ വായിച്ച് തരുന്നത് പോലെ പാഠങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തന്നൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, വോയിസ് ആയിട്ട് വേണോ വീഡിയോ ആയിട്ട് വേണോ? അതെന്തായാലും കുഴപ്പമില്ല മാഡം, ടീച്ചർ, കാരണം എന്താണെന്നറിയാമോ, അത് ശബ്ദം ഞങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ നിഴലൊക്കെ കാണാം, അങ്ങനെ ചെയ്തൂടെ എന്നൊരു സജഷൻ വന്നു. അതൊരു ഈ ചാനൽ തുടങ്ങുന്നതിനൊരു പ്രേരണയായി. രണ്ടാമത് ആ സമയത്താണ് നമ്മുടെ സർക്കാരിൻ്റെ വിക്ടേഴ്സ് ചാനൽ, ഞാൻ അവിടെ ന്യൂസ് വായിച്ചുകൊണ്ടിരുന്ന ആളാണ്, പല എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളും ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ടീച്ചേഴ്സിന് കോണ്ടാക്റ്റ് വന്നു ഇത് ക്ലാസ് എടുക്കാൻ വേണ്ടി. അവരാണല്ലോ ആദ്യമായിട്ട് ഈ ജനകീയമായിട്ട് മാധ്യമം, ഓൺലൈൻ മാധ്യമമായിട്ട് ആ സമയത്ത് ക്ലാസ്സസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞൊരു മറുപടി എനിക്കൊന്ന് ഇൻസൾട്ടായി. കാരണം ഗവൺമെൻറ് സ്കൂളിലെ സ്റ്റാഫിനെ മതി, ടീച്ചേഴ്സിനെ മതി ക്ലാസ് എടുക്കാൻ, ടീച്ചർ അൺഎയ്ഡഡ് ആയതുകൊണ്ട് മാത്രം ഓപ്ഷൻ ഇല്ല, അവർക്ക് കിട്ടിയ ഗവൺമെൻറ് ഓർഡർ പ്രകാരമാണ്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ക്ലാസ് ഇട്ടു, അവിടെയും ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കാണുന്നത് അവരുടെ ക്ലാസ്സിനേക്കാളും എൻ്റെ ക്ലാസ് വളരെ വേഗം മുമ്പോട്ട് പോകുന്നതാണ്. അതെന്തുകൊണ്ടാണെന്നറിയില്ല, കാരണം ഞാൻ ചെയ്തത് ഏറ്റവും സിൻസിയറായിട്ട് എനിക്ക് എങ്ങനെയാണോ ഒരു പാഠം ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. അപ്പം ഞാൻ തുടങ്ങുന്നത് തന്നെ ഷീബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ കാരണം ആരാണോ എന്നെ കാണുന്നത്, എൻ്റെ മുന്നിൽ ആരൊക്കെയോ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ. ക്ലാസ്സിൽ എങ്ങനെയാണ് ഞാൻ യൂഷ്വലായിട്ട് ക്ലാസ് എടുക്കുന്നത്, ആ രീതിയിൽ ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് എൻ്റെ പല വീഡിയോസിലും വീടിൻ്റെ പുറകിലുള്ള ടെറസിലാണ് ഞാൻ വീഡിയോസ് കൂടുതൽ, ആദ്യകാല വീഡിയോകളെല്ലാം ഔട്ട്സൈഡ് വീഡിയോസ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് നല്ല മൈക്ക് സിസ്റ്റം ഒന്നുമില്ല, വളരെ കുറഞ്ഞൊരു ഓൺലൈൻ മൈക്ക് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ സ്റ്റാൻഡ് വാങ്ങി. ആ സ്റ്റാൻഡും വലിയ വിലയ്ക്കുള്ള സ്റ്റാൻഡൊന്നും ആയിരുന്നില്ല. പക്ഷെ ആ വീഡിയോകളുടെ വ്യൂസിൻ്റെ എണ്ണം എന്നെ വളരെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അതോടൊപ്പം ഞാൻ കുറേ കൂടെ മെച്ചപ്പെടണം എന്ന് തോന്നിയതിൽ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരു ക്ലാസ്സിൻ്റെ തന്നെ, അതായത് ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മോൻ +1 ആയി. അപ്പോൾ +1ൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങി. അടുത്തവൻ മോന്റെ സ്റ്റഡി വെച്ചിട്ട് തന്നെയാണ് ഈ യാത്ര ഇങ്ങനെ പോകുന്നത്. അതെ, കാരണം എന്തായാലും ഒരു പാഠം അവനെ വീണ്ടും പഠിപ്പിക്കണമല്ലോ. ആ സമയത്ത് ഞാൻ എന്തായാലും വിചാരിച്ചു അത് കുറേ കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് കരുതി. അപ്പോൾ എന്തായാലും സ്കൂളിൽ എനിക്ക് 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചാൽ മതി. പിന്നെ ഞാൻ +1 തുടങ്ങി, പിന്നെ +2 തുടങ്ങി. ഇതെല്ലാം തീർന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അതായത് എൻ്റെ ഒപ്പം 8ാം ക്ലാസ്, ഞാൻ പിന്നെ 8, 9 ഒക്കെ ക്ലാസ്സുകൾ ഇട്ടു. അപ്പോൾ എൻ്റെ ഒപ്പം 8, 9, 10, 11, 12 പഠിച്ച് കഴിഞ്ഞ കുട്ടികൾ അതിൻ്റെ താഴെ 12ൻ്റെ ക്ലാസ്സിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. ടീച്ചർ കോളേജിലാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്, ടീച്ചർ ഒരു ക്ലാസ് ഇട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രയോജനമായിരുന്നു, ടീച്ചർ പഠിപ്പിച്ചിട്ടാണ് A+ കിട്ടിയത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കമൻറ്റുകൾ വന്നപ്പോൾ ഞാൻ നാച്ചുറലായിട്ട് കോളേജ് ക്ലാസ്സുകളിലേക്ക് ചിന്തിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിന് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. കാരണം നമുക്ക് ആ പോർഷൻസ് വാങ്ങണം, പഠിക്കണം, ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം. ഇപ്പോൾ എല്ലാ ജില്ലയിലെയും ടെക്സ്റ്റ് ബുക്ക് നമുക്ക് എത്തണം. എക്സാമിന് മുമ്പ് അവർക്ക് പാഠം എടുത്തു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഇന്നലെയും രാത്രി 11 മണി വരെ ലാസ്റ്റ്, എന്നിട്ട് എനിക്ക് കാലിക്കറ്റ് BA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായി. കാരണം ഇന്നലെ നല്ല മഴയായിരുന്നുകൊണ്ട് ആ വൈഫൈ കട്ടായി. ഇപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഒരു ചാപ്റ്ററോട്. അപ്പോൾ അത്ര അത് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ബസ്സിലിരുന്ന പോലെ ഇത് കേട്ടിട്ട് പോകുന്ന കുട്ടികളുണ്ട്. ഉച്ചയ്ക്ക് എക്സാം ആണെങ്കിൽ അതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് കോളേജിലെ കുട്ടികൾക്ക് കണ്ടന്റ് മാത്രം കിട്ടിയാൽ മതി സാർ, അപ്പോൾ അതനുസരിച്ച് അവർക്ക് ആൻസർ ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മുടെ 10th വരെയുള്ള കുട്ടികളെ +2 വരെയുള്ള കുട്ടികൾക്ക് അങ്ങനെയല്ല. അവർക്ക് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് ആ മെത്തേഡ് പറഞ്ഞു കൊടുക്കണം. ടൈം എങ്ങനെ കീപ്പ് ചെയ്യണം അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇടണം. അങ്ങനെ ഞാൻ ഷോർട്സ് കുറച്ചിട്ട്, കാരണം ഷോർട്സ് ആകുമ്പോൾ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കും. പിന്നെ ഈ ഫുഡ് കഴിക്കുന്ന ഈ ഫുഡിൻ്റെ കാര്യമൊക്കെ, അതായത് എക്സാം ടൈമിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഹെൽത്ത് നോക്കേണ്ടത്, പിന്നെ പ്രയറിനുള്ള ഇമ്പോർട്ടൻസ്, മെഡിറ്റേഷനുള്ള ഇമ്പോർട്ടൻസ്, ഇതൊക്കെ ഞാൻ കുറച്ച് ചെറിയ വീഡിയോസ് ഷോർട്സ് ആക്കിയിട്ട്, അതെല്ലാം എനിക്ക് തോന്നുന്നു എല്ലാം കുറേയൊക്കെ 1 lakhന് പുറത്തായി വ്യൂസ്. എന്നാൽ എല്ലാം ഏതാണ്ട് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഈ കൊറോണ കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് ചെന്നു. അപ്പോഴെന്നെ കാണാൻ ഒരു പാരൻറ്റ് കാത്തു നിന്ന് വന്നു. കാരണം അവരുടെ മോന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കൊറോണ സമയത്ത് ക്ലാസ് ആയിരുന്നപ്പോൾ. അപ്പോൾ കുറച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷെ ഞാനും ചിലപ്പോൾ വളരെ ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നതിനിടയ്ക്കൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ ഉപദേശം കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് മോന് വളരെ പ്രയോജനപ്പെട്ടു. ടീച്ചർ പോയി അമ്മ പോയി ടീച്ചറിനെ കാണണം എന്നാ മോൻ പറഞ്ഞതനുസരിച്ച് എനിക്കൊരു ചെറിയ ചോക്ലേറ്റും ഒരു പെന്നുമായിട്ട് അമ്മ കാത്തിരുന്നത് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചെന്ന്. കാരണം ആ കുട്ടി അതങ്ങനെ അവന് ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും എന്നെ വന്ന് കാണാൻ അമ്മ പറഞ്ഞു, ടീച്ചർ പറഞ്ഞ ക്ലാസ് മാത്രമാണ് അവനെ
ആ സമയത്ത് മുമ്പോട്ട് കൊണ്ടുപോയത്. അവൻ ഡിപ്രഷൻ മൂഡിലായിരുന്നു. പക്ഷെ അതൊക്കെ മാറി അവന് നല്ല മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ അമ്മ എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഓരോ റെസ്പോൺസും കുറച്ചുകൂടെ ആക്റ്റീവ് ആവാനും കുറച്ചുകൂടെ ക്ലാസ്സസ് എടുക്കാനും. ഇപ്പോൾ നമുക്കും ഫിസിക്കലി ടയേർഡാവും, സ്കൂളിൽ പോയിട്ട് വരുമ്പം ക്ലാസ് എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലും അവിടെ വീണ്ടും എടുക്കണം എന്നുള്ള ഒരു തോന്നൽ വരുന്നത് എങ്ങനെയാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിരിക്കും, നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ അവസാനം കാണുന്ന ഒരു മെസ്സേജ് ആയിരിക്കും, ടീച്ചർ നാളെ എക്സാമാണ്, ഒരു പാഠം ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്പർ ഇടാറുണ്ട്. നമ്പർ ഇട്ടിട്ട് അയച്ചു തരാൻ പറയുമ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഇട്ടപ്പോൾ ഒരു 100 പേജുള്ളതാണ് കണ്ണൂരിൻ്റെ ഒരു ദൈവത്തിൻ്റെ തെയ്യത്തിനെ കുറിച്ച് വന്നത്. ആ 100 പേജ് നാളെയാണ് എക്സാം. പക്ഷെ അത് എന്നെ കൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ആ കുട്ടിയോട് പറയും, ഈ ഒരു പ്രാവശ്യത്തേക്ക് എനിക്ക് ഇടാൻ പറ്റില്ല. കാരണം ഒരു 100 പേജുള്ള ഒരു പുസ്തകം വളരെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അവരുടെ വശത്ത് നിന്ന് ചിന്തിക്കുക.